ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞതെടുത്തിട്ടുണ്ട്. 1 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. 1 കപ്പ് സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. വലിയൊരു തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി പച്ചമുളകാണെങ്കിൽ 3 എണ്ണം എടുക്കുക. 2-3 കാന്താരി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ചെറിയൊരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. മല്ലിയില അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർത്തതിന് ശേഷം സ്പാച്ചുല കൊണ്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഞെരടി മിക്സ് ചെയ്തെടുക്കണം. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ നമുക്ക് ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാം. വളരെ ഹെൽത്തി, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമ്മളിതിലോട്ട് 1/2 കപ്പ് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇടിയപ്പത്തിനൊക്കെയുള്ള എടുക്കുന്ന പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇനി അത് ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് ഇനി ഇതിലേക്ക് നമ്മൾ മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ചില്ലി ഫ്ലെക്സും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചില്ലി ഫ്ലെക്സ് ഇഷ്ടമല്ലെങ്കിൽ കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ മുളക് പൊടിയോ എന്തോന്ന് വെച്ചാൽ ചേർക്കാം. ഇനി അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ നേരത്തെ ഒരു കൂട്ട് തയ്യാറാക്കി വെച്ചല്ലോ, അതിലേക്ക് ഈ മുട്ട ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ചും കൂടെ അതൊന്ന് ലൂസായി കിട്ടണമെങ്കിൽ പാല് ചേർത്ത് കൊടുക്കണം. ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് വേണമെങ്കിൽ മാത്രം പാല് ചേർത്താൽ മതി. അതും വളരെ കുറച്ചേ ചേർക്കാവൂ. ഞാനിവിടെ ഇപ്പോൾ ഒരു 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതി മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. കുറേശ്ശെ ചേർത്ത് ഇളക്കിയെടുക്കണം. ഈ ഒരു രീതിയിലായിരിക്കണം നമ്മളിത് തയ്യാറാക്കിയെടുക്കാൻ. ഇനി ഞാനിവിടെ ഒരു ബേക്കിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നെയ്യൊന്ന് പുരട്ടിയതിന് ശേഷം ഇത് ഫില്ല് ചെയ്ത് കൊടുത്ത് നമ്മളിത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. ഇഡ്ഡലി കുട്ടകത്തിലോ സ്റ്റീമറിലോ വെച്ച് നമുക്ക് 20 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം. 20 മിനിറ്റ് ആകുമ്പോൾ നമ്മളതൊന്ന് കുത്തി നോക്കണം. വെന്തതാണെങ്കിൽ എടുത്ത് തണുത്തതിന് ശേഷം മാത്രം കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. അതുപോലെ ഞാനിവിടെ ഇച്ചിരി കുറച്ച് വെള്ളയും കറുപ്പും എള്ള് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാണാനൊരു ഷോയ്ക്കും. പിന്നെ നല്ല ഗുണമുള്ള സാധനമാണല്ലോ എള്ള്. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. എല്ലാ റെസിപ്പികളും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈസി ആയിട്ടുള്ള ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. കണ്ടോ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി അതൊന്ന് അതിന് ഇളക്കിയെടുത്ത് ഒന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. കണ്ടാലേ അറിയാമല്ലോ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യണം. കുട്ടികൾക്കും പച്ചക്കറിയൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് പച്ചക്കറി കഴിപ്പിക്കാനും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഒരു റെസിപ്പിയോ മധുരമൊന്നുമില്ല. അതുകൊണ്ട് ഡയബറ്റിക്സ് ഉള്ളവർക്കും ഒക്കെ കഴിക്കാം. നല്ല ടേസ്റ്റായിരുന്നു. ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണല്ലോ. ഇത് കണ്ടാൽ തന്നെ അറിയാമല്ലോ. നല്ല ടേസ്റ്റായിരുന്നു, നല്ല സോഫ്റ്റും ആയിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.